ഇപ്പോൾ ഈ കാണുന്ന എഫക്റ്റ് ഫോട്ടോഷോപ്പിൽ ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയെന്ന് നമുക്ക് പഠിക്കാം. നമുക്ക് അതിന് ആദ്യമായി ഈ ഡോക്യുമെന്റ് ക്ലോസ് ചെയ്ത ശേഷം നമുക്ക് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനായി പുതിയൊരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യാം. നമുക്ക് അതിന് 800x600 സൈസ് സെലക്ട് ചെയ്യാം. നമുക്കിവിടെ അതിന്റെ റെസൊല്യൂഷൻ 72 റെസൊല്യൂഷൻ ഇവിടെ സെറ്റ് ചെയ്യാം. ഈ ഡോക്യുമെന്റിന് നമുക്ക് എക്സ്പ്ലോഷൻ എന്ന പേര് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ശ്രദ്ധിക്കുക, ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഫോർഗ്രൗണ്ട് കളറും ബാക്ക്ഗ്രൗണ്ട് കളറും ഡീഫോൾട്ട് ആയിട്ട് ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് സെറ്റ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം നമുക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനായി ഫിൽട്ടർ മെനുവിലുള്ള ക്ലൗഡ്സ് എന്ന എഫക്റ്റ് അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഫിൽട്ടർ മെനുവിൽ റെൻഡർ എന്ന ഓപ്ഷനിലുള്ള ഡിഫറൻസ് ക്ലൗഡ്സ് എന്ന ഓപ്ഷൻ അപ്ലൈ ചെയ്യുക. ശ്രദ്ധിക്കുക, അതിനുശേഷം നമുക്ക് ഈ ഡോക്യുമെന്റിൽ ഇമേജ് മെനുവിൽ അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന ഓപ്ഷനിലുള്ള ലെവൽസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമുക്ക് ഈ ഇമേജിന്റെ ലെവൽസ് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ഇമേജിൽ ഒരു എക്സ്പ്ലോഷൻ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനായി നമുക്ക് ഫിൽട്ടർ മെനുവിലുള്ള ബ്ലർ എന്ന ഓപ്ഷനിലെ റേഡിയൽ ബ്ലർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമുക്ക് ഇതിന്റെ പൊസിഷൻ നമുക്ക് ലെഫ്റ്റ് കോർണറിൽ പ്ലേസ് ചെയ്യേണ്ടതാണ്. നമുക്ക് ബ്ലർ മെത്തേഡ് ആയിട്ട് സൂം എന്ന ഓപ്ഷൻ ആക്റ്റീവ് ചെയ്യുക. ക്വാളിറ്റി ഗുഡ് എന്നതും ആക്റ്റീവ് ചെയ്യുക. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. ശ്രദ്ധിക്കുക, അതിനുശേഷം നമുക്ക് ഇതിന് ഒരു കളർ അപ്ലൈ ചെയ്യുന്നതിനായി ഇമേജ് മെനുവിൽ അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന ഓപ്ഷനിലുള്ള കളർ ബാലൻസ് സെലക്ട് ചെയ്യുക. കളർ ബാലൻസിൽ നമുക്ക് ഇഷ്ടമുള്ള കളറിന്റെ വാല്യൂ ചേഞ്ച് ചെയ്ത് നമുക്ക് ആകർഷകമായ ഒരു കളർ ഈ എഫക്റ്റിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ശ്രദ്ധിക്കുക, ഈ ലെയറിന്റെ ഒരു കോപ്പി കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പുതുതായി ക്രിയേറ്റ് ചെയ്ത കോപ്പി സെലക്ട് ചെയ്ത ശേഷം അതിന്റെ ബ്ലെൻഡിംഗ് മോഡ് നമുക്ക് കളർ ഡോഡ്ജ് എന്നത് സെലക്ട് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ നമുക്ക് മനോഹരമായ ഒരു എക്സ്പ്ലോഷൻ എഫക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിനെ കൂടുതൽ ആകർഷകമാക്കുന്നതിനായി ഫിൽട്ടർ മെനുവിൽ റെൻഡർ എന്ന ഓപ്ഷനിലുള്ള ലെൻസ് ഫ്ലയർ എന്ന ഈ ഫിൽട്ടർ അപ്ലൈ ചെയ്യുക. നമുക്ക് ഇതിന്റെ പൊസിഷൻ ഈ സൂം ബ്ലർ അപ്ലൈ ചെയ്തതിന്റെ കറക്റ്റ് സെന്ററിൽ തന്നെ വയ്ക്കേണ്ടതാണ്. നമുക്കിവിടെ നിന്നും 105 mm പ്രൈം എന്ന ലെൻസ് ഫ്ലയർ സെലക്ട് ചെയ്യേണ്ടതാണ്. അതിനുശേഷം അതിന്റെ ബ്രൈറ്റ്നസ് നമ്മുടെ ആവശ്യപ്രകാരം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇതുപോലെ നമുക്ക് വളരെ ആകർഷകങ്ങളായ എക്സ്പ്ലോഷൻ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് കളർ ബാലൻസ് എന്ന ഓപ്ഷനിൽ നാം മുമ്പ് അഡ്ജസ്റ്റ് ചെയ്തതുപോലെ നമുക്ക് ഈ എഫക്റ്റിന്റെ കളറ് നമ്മുടെ ഭാവനയ്ക്കനുസൃതമായ രീതിയിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്.